ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. സോ രേണു സുധിക്ക് എയറിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. എല്ലാ വട്ടവും ഓരോ ഉടായ്പും ഓരോ സംഭവങ്ങളുമായിട്ട് വരും. എപ്പോഴും പ്രസൻറ്റാണ്. സോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് മെഗാ ലക്കി ലോട്ടറി. സോ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ അതേ സംഭവമായിട്ട് തന്നെയാണ് ഇവരും വന്നിട്ടുള്ളത്. സോ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിലൊരു വീഡിയോ ക്ലിപ്പും ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സോ രേണു സുധീൻ്റെ ഹാൻഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഈ ഒരു പോസ്റ്റ്. സോ ഈ പോസ്റ്റിൽ മെഗാ ലക്കി ഡ്രോ അങ്ങനെയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോട്ടറി. സോ ഈ ലോട്ടറി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ലീഗലാണ്, കേരളത്തിൽ നടത്താൻ പാടാത്തൊരു സംഭവമാണ്. പക്ഷെ ഇത് നിർഭാഗ്യവശാൽ ഇത് നടക്കുന്നത് കേരളത്തിലെ വണ്ടൂരിലാണ്. ഓക്കെ, സോ നമുക്ക് ഇതിലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എടുത്ത് റോസ്റ്റ് ആകും. നമുക്ക് ഇതിൻ്റെ ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ വെക്കാം. ഓക്കെ, സോ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. 500 രൂപ വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും ജസ്റ്റ് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണി നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം കേട്ടോ. അടിപൊളി നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 കേട്ടോ. വീട് മാത്രമല്ല, നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 ഒരു ഭാഗ്യശാലി. അപ്പൊ എന്തായാലും ഗൈസ്, ബൈ. എങ്ങനെ ഇരിക്കണേ? 500 രൂപയാണ് ഈ ടിക്കറ്റിന് കേട്ടാ. സോ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കേസിലായിരുന്നെങ്കിൽ 1000 രൂപയായിരുന്നു. സോ പാണ്ടിക്കാട് കുഞ്ഞനും അതേപോലെ തന്നെ മറ്റേ ഷാഫിയും അതേപോലെ തന്നെ നടത്തുന്ന ഒരാളുണ്ട്. അയാളുടെ പേരെന്തായിരുന്നു? അൻവർക്കോ സലീമിക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അയാളുടെ പേര് കേട്ടോ. സോ ആ ഒരു ഉടായ്പിന് ശേഷം അടുത്ത ഉടായ്പായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് വണ്ടൂരാണ് നടക്കുന്നത്, മറ്റേത് കർണാടകയിലായിരുന്നു നടന്നിരുന്നത്. ഓക്കെ, സോ ഇവരിത് എന്ത് വിശ്വസിച്ചിട്ടാണത് മെഗാ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നടത്തുന്നത്? കേരളത്തിൽ ഈ ലോട്ടറി എന്ന് പറയുന്നത് ലീഗലല്ല, അതറിയില്ലേ നിങ്ങൾക്ക്? ലീഗലല്ല ഈ സംഭവം. പിന്നെ ഇങ്ങനെയാണ് ഇവർ വണ്ടൂരിൽ നടത്തുന്നത്. നമ്മളെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇതൊന്നും കാണുന്നില്ലേ? സോ ഒരെണ്ണം അങ്ങോട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ചറപ്പറ എന്ന് പറഞ്ഞ് വരിക. ഒരു ക്ഷാമം ഉണ്ടാവില്ല ഇനി ഇതിന്. ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ 1000 രൂപയായിരുന്നു, ഇതിപ്പോൾ ഒരു പകുതിയാക്കി 500 രൂപയാക്കിയിട്ട്. പിന്നെ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ, ഈ വീട് എന്തിന് വിൽക്കണു, എന്തിനൊരാൾക്ക് കൊടുക്കണു എന്നൊന്നും ഒരു റീസണും ഇവിടെ പറയുന്നില്ല. അതേപോലെ തന്നെ ഇതാര് കൊടുക്കുന്നു, ആർക്ക് വേണ്ടി കൊടുക്കുന്നു, ഒന്നും ഇതിൽ പറയുന്നില്ല. ഇത് ആരുടെയാണ് ഈ വീട്, ഒന്നുമില്ല.
ഉറപ്പായിട്ട് ഇവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ടാവും. കാരണം ഇത് പെയ്ഡ് പ്രൊമോഷൻ ആവുമല്ലോ, ഫണ്ട് വാങ്ങിയിട്ടുണ്ടാവും, നല്ലൊരു എമൗണ്ട് തന്നെ വാങ്ങിയിട്ടുണ്ടാവും. കാരണം വാങ്ങാതെ അവർ പ്രൊമോഷൻ ചെയ്യില്ലല്ലോ. സോ നല്ല അത്യാവശ്യം റീച്ചും ആയിരിക്കും ആ വീഡിയോയ്ക്കൊക്കെ. നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ടാവും. സോ പാണ്ടിക്കാട് കുഞ്ഞിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇവർ വാങ്ങിയിട്ടുണ്ടാവും. വാങ്ങാതെ ഒന്നും ഇതാരും ചെയ്യില്ല. സോ 500 രൂപയുടെ മെഗാ ലക്കി ഡ്രോ, അതും വണ്ടൂരിൽ ഓഗസ്റ്റ് 15 കേട്ടോ. അതും സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ്. സോ ഇതിലൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്കടിയിൽ, അത് ഞാനിവിടെ റൈറ്റ് സൈഡിൽ വയ്ക്കാം. ഇതിൽ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ് എന്ന്. സോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ ആളുടെ പോലെ ഉടായിപ്പാകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ് എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. സോ ഇതിപ്പോൾ ഒരു 40,000 പേര് എടുത്തു കഴിഞ്ഞാൽ 40,000 പേര് അവിടെ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സോ തീർച്ചയായിട്ടും ഇവരാരും ആയിരിക്കില്ല. മിക്കവാറും ചിലപ്പോൾ ഇവർ എന്തായിരിക്കും, ഈ 40,000 പേരിൽ നിന്ന് 40,000 പേരിൽ ഞാൻ ഒരു എസ്റ്റിമേറ്റ് കണക്ക് പറയട്ടെ, എത്ര പേര് എടുക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറയാൻ ചിലപ്പോൾ കൂടാം. സോ ഈ 40,000 ഒരാളെ തിരഞ്ഞെടുത്ത് അവരായിരിക്കും എടുക്കാൻ പോകുന്നത്. സോ എടുക്കുന്ന വീഡിയോ ഒക്കെ വരട്ടെ, അപ്പോഴല്ലേ ഇതിൻ്റെ ഉടായ്പ മനസ്സിലാവുള്ളൂ. ആഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം. ആഗസ്റ്റിൽ ഇത് എടുക്കുള്ളൂ. ആഗസ്റ്റ് വരെ, ആഗസ്റ്റ് 15 തന്നെയാണ് വരുന്നത്. നോക്കാം എന്തായാലും. സോ ഇതിൽ മെയിനായിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ഈ വീട് ആരുത്, വീട് എന്തിന് കൊടുക്കണു. സോ ഈ വീട് പണിതത് ഈ ഒരു ലക്കി ഡ്രോയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ ക്ലാരിഫിക്കേഷൻ ഇല്ല. സോ ഇനി വീഡിയോസ് വരുമായിരിക്കും. സോ അതുകൊണ്ട് നമ്മളിത് വല്ലാതെ ഇവിടെ ഉന്നയിക്കുന്നില്ല. ഓക്കെ. സോ നമ്മൾ ഇതിൽ കുറച്ച് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ വീഡിയോസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എന്നാലേ ഈ വീട് ആരുതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 5-6 സമ്മാനങ്ങളുണ്ട്. ഒരു ജാവയോ ഒരു ഷിഫ്റ്റോ അതേപോലെ തന്നെ വീട്, സ്വർണ്ണ കോയിൻ, മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഒരു ആക്റ്റീവ് പോലത്തെ വണ്ടി, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്. 5-6 സമ്മാനങ്ങളുണ്ട്. 500 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില. സോ എടുക്കുന്നതിന് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കണത് നല്ലതാണ്. പൈസ പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം കിട്ടി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കിട്ടുമ്പോൾ പഠിക്കൂല. നിങ്ങൾക്ക് അത്ര ലോട്ടറി എടുത്തേ മതിയാവൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ലോട്ടറി എടുത്തോ. അതും ഇതേ കണക്കാണ്. അടിക്കുന്ന ഒരു ഉറപ്പുമില്ല. അടിച്ചു കഴിഞ്ഞാൽ ബമ്പർ തന്നെ ആയിരിക്കും. ഇതേപോലെ വീടൊന്നും ആയിരിക്കില്ല, കോടിക്കണക്കിന് രൂപയായിരിക്കും. അത് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് ചിലപ്പോൾ കമ്പനി നമ്പറിലേക്ക് തന്നെ പോവാം. അതേപോലെ തന്നെ മറ്റേ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ നടന്ന പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത്. സോ അതേപോലെ ഇതും വിവാദമാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇവർക്ക് ഫണ്ട് വാങ്ങിയിട്ട് ചെയ്തതായിരിക്കും. അതുകൊണ്ട് ഇവർ ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കാന്നുള്ളതൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇവർ ഈ ഒരു പുതിയ സംഭവം ഇറക്കുന്നത്. സോ എന്തായാലും കണ്ടന്നെ അറിയണം ഇതിലിനി എന്താണ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോണത് എന്നുള്ളത്. ചിലപ്പോൾ ഇത് മാന്യമര്യാദയ്ക്ക് നടത്തേണ്ട ഒരു പരിപാടിയായിരിക്കും. പക്ഷെ ഇവരിത് റിവീൽ ചെയ്യണം. ഇത് ആരുടെ വീടാണ്, ഇത് ആരാണ് നടത്തുന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് ഇവർ റിവീൽ ചെയ്യണം. അല്ലാതെ ഒരാളും ഇതൊന്നും ഒരു ടിക്കറ്റ് പോലും എടുക്കാൻ നിൽക്കരുത് കേട്ടോ. സോ ആരൊക്കെയാണ് ഇതിൽ നടത്തുന്നതെന്നുള്ള സംഘാടകർ ആരൊക്കെയാണെന്നുള്ളത് ഇവർ റിവീൽ ചെയ്യണം. ഈ വീട് ആരുടെ പേരിലാന്നുള്ളതൊക്കെ അവർ റിവീൽ ചെയ്യണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. സോ എന്തായാലും അടുത്തൊരു മെഗാ ലക്കി ഡ്രോ, അതും വണ്ടൂരിലാണ്. സോ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്തൊക്കെ നമുക്ക് ഇതിൽ ആക്ഷൻസ് എടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ലീഗലല്ല കേരളത്തിൽ പ്രൈവറ്റ് ലോട്ടറീസ് ഒന്നും. സോ നമ്മൾ നോക്കാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. സോ ആഗസ്റ്റ് 15 അല്ല, അതിൻ്റെ മുമ്പ് ഇവരെന്തായാലും സംഘാടകരെ റിവീൽ ചെയ്യണമല്ലോ. ആരുതാ വീട് എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ആരുതാ വീട് എന്നുള്ളതെങ്കിലും ഇവർ റിവീൽ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പക്കാ ഉടായ്പായിരിക്കും. സോ എനിക്ക് ബലമായ സംശയമുണ്ട് അത് അടുത്തൊരു ഉടായ്പിനുള്ള വകയാണോ എന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഒരെണ്ണം കത്തിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വഴിയെ തുരുതുരാ വന്നുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അത്ര തന്നെ പറയാനുള്ളൂ. കൂടുതൽ ഇതിലൊന്നും ചൊറിയാനില്ല. കാരണം ഇതിലെ സംഘാടകരൊന്നും പുറത്ത് വിട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.